ഇന്ന് നമ്മളായിരിക്കുന്ന തലശ്ശേരി അതിരൂപതയിലെ KCYM സംഘടിപ്പിക്കുന്ന തലശ്ശേരി യൂത്ത് അസംബ്ലിയിലേക്കാണ്. മാനവമോചനരണശക്തി മനുഷ്യ മനസ്സിലുറങ്ങും ദൈവമഹത്വമുണർത്തും പുതുശക്തി വിലയിടിയാത്തൊരു വിജ്ഞാനത്താൽ അടിപതരാത്തൊരു വിശ്വാസത്താൽ പൂർണ്ണ മനുഷ്യൻ പൂർണ്ണ സമൂഹം പടുത്തുയർത്തും യുവശക്തി അധർമ്മമെങ്ങും അമർത്തിയിടാൻ സമൃദ്ധി എങ്ങും ഉണർത്തിയിടാൻ സാഹോദര്യം സഹകരണം. തലശ്ശേരി അതിരൂപതയുടെ പ്രഥമ യൂത്ത് അസംബ്ലി ഇന്ന് ഇവിടെ നടക്കുകയുണ്ടായി. പ്രമുഖ ജേർണലിസ്റ്റ് ബഹുമാനപ്പെട്ട ടോം കുര്യാക്കോസ് സാർ ഈ ഒരു സെക്ഷൻ ലീഡ് ചെയ്തു. സാറ് എങ്ങനെയുണ്ടായിരുന്നു യുവജനങ്ങൾക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് പകർന്നു കൊടുത്തപ്പോൾ? തീർച്ചയായും അമല, ഇത് എന്നെ സംബന്ധിച്ചൊരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. കാരണം മാധ്യമങ്ങളും യുവാക്കളും എന്നൊരു വിഷയത്തിലാണ് ഞാൻ 1.5 മണിക്കൂറോളം എനിക്ക് ഇവിടുത്തെ യുവാക്കളുമായി തലശ്ശേരി അതിരൂപതയ്ക്ക് കീഴിലുള്ള SMYM KCYM പ്രവർത്തകരുമായി സംസാരിക്കാൻ കഴിഞ്ഞത്. വളരെ ഊർജ്ജസ്വലരായിട്ടുള്ള ഒരു ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം, അതാണ് നമുക്കിവിടെ തലശ്ശേരിയിൽ ഇപ്പോൾ കാണാൻ കഴിഞ്ഞത്. അവരെ സംബന്ധിച്ച് ഈ നാട്ടിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായും ബോധവാന്മാരാണ്. ഇവിടുത്തെ രാഷ്ട്രീയ വിഷയം, അതല്ലെങ്കിൽ തലശ്ശേരി ഉൾപ്പെടുന്ന ഈ തലശ്ശേരി അതിരൂപതയ്ക്ക് കീഴിലുള്ള മലയോര മേഖലകളിലെ ജനങ്ങൾ നേരിടുന്ന, കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ, വന്യജീവി ആക്രമണം, ഇതേക്കുറിച്ചൊക്കെ അവർക്ക് കൃത്യമായും ബോധ്യമുണ്ട്. അതിലെങ്ങനെ യുവാക്കൾ ഇടപെടണം, KCYM പോലുള്ള സംഘടനകൾക്ക് എങ്ങനെ ഇടപെട്ടുകൊണ്ട് ഈ വിഷയങ്ങളിലേക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ ഒരു നമ്മുടെ അധികാരികളുടെ ശ്രദ്ധയിൽ ഈ വിഷയങ്ങൾ എങ്ങനെ കൊണ്ടുവരാൻ കഴിയും, ഇതേക്കുറിച്ചൊക്കെ കൃത്യമായും ബോധ്യമുള്ളവരാണ്. മാത്രമല്ല അവർക്ക് മാധ്യമങ്ങളെക്കുറിച്ച് ചില തെറ്റായ ചിന്തകളുണ്ടായിരുന്നു. മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ പൂർണ്ണമായും ഒരു തെറ്റായ വാർത്തകളാണ്, നുണപ്രചരണമാണോ അല്ലെങ്കിൽ നുണകളാണോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് തിരുത്തി കൊടുക്കാൻ പറ്റും. തലശ്ശേരി അതിരൂപത യുവജന സംഗമം ഇവിടെ നടക്കുകയാണ്. തലശ്ശേരി അതിരൂപതയുടെ യുവജന ഡയറക്ടർ ബഹുമാനപ്പെട്ട അഖിൽ മുക്കുഴിയച്ചൻ നമ്മോടൊപ്പമുണ്ട്. അതുപോലെ തന്നെ രൂപതാ പ്രസിഡന്റ് അബിൻ വടക്കേക്കരയും നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് ഈ യൂത്ത് അസംബ്ലിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് യുവജനങ്ങളിലേക്ക് അവരുടെ വിഷയങ്ങൾ എത്തിക്കാൻ ഇതിലൂടെ സാധിക്കുന്നത്? തലശ്ശേരി അതിരൂപതയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു യൂത്ത് അസംബ്ലി നടത്തപ്പെടുകയാണ് തലശ്ശേരി കത്തീഡ്രൽ ക്യാമ്പസിൽ വെച്ച്. വളരെ സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ചാരിതാർത്ഥ്യത്തിൻ്റെയും നിമിഷങ്ങളിലൂടെയാണ് തലശ്ശേരിയിലെ യുവജനങ്ങളെല്ലാം കടന്നു പോകുന്നത്. സമുദായ ശാക്തീകരണ വർഷമായിട്ട് തലശ്ശേരി അതിരൂപതയും സീറോ മലബാർ സഭയും അതിൻ്റെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുമ്പോൾ യുവജനങ്ങളെ കേൾക്കുക, അവരെ മനസ്സിലാക്കുക, അവരുടെ ആശയങ്ങൾ സഭ ഒന്ന് ശ്രവിക്കുന്നതാകുക, ആ വലിയൊരു ലക്ഷ്യത്തോടെയാണ് തലശ്ശേരി അതിരൂപത യൂത്ത് അസംബ്ലി നടത്തപ്പെടുന്നത്. 205 ഇടവകളിൽ നിന്നായി 200ഓളം യുവജനങ്ങൾ ഇവിടെ പങ്കെടുക്കുന്നു. അവരുടെ ചർച്ചകളിലൂടെ, സംവാദങ്ങളിലൂടെ, ആശയപരമായ അവരുടെ പങ്കുവയ്ക്കലിലൂടെ എന്താണ് തലശ്ശേരി അതിരൂപതയോട്, സീറോ മലബാർ സഭയോട് ഇന്നത്തെ യുവത്വത്തിന് പറയാനുള്ളത് എന്നുള്ള ഇത് കേൾക്കാൻ അവർക്ക് പറയാൻ ഒരു അവസരം ഒരുക്കുകയാണ് ഇവിടെ. വളരെ മനോഹരമായിട്ട് ഈ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുമ്പോൾ യുവജനങ്ങൾ വളരെ സന്തോഷത്തോടെ ഇതിൽ പങ്കെടുക്കുന്നു, ക്രിയാത്മകമായി ചർച്ചകളിൽ പങ്കുചേരുന്നു. അങ്ങനെ യുവത്വത്തിൻ്റെ ഒരു ആഘോഷമായി, തലശ്ശേരിയുടെ യുവത്വത്തിൻ്റെ ഒരു ഉണർത്തുപാട്ടായി ഈ പ്രഥമ യൂത്ത് അസംബ്ലി മാറിയിരിക്കുന്നു എന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു. ഈ യൂത്ത് അസംബ്ലിയിൽ അച്ഛൻ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനമായി തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരു പാനലാണ്. അത്രയും വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് യൂത്തിനോട് സംസാരിക്കുന്നത്. ഈ പാനലിനെ കുറിച്ച് ഒന്ന് വ്യക്തമാക്കാമോ? തലശ്ശേരി അതിരൂപത യുവജന പ്രസ്ഥാനം ആദ്യമായി ഒരു പ്രഥമ യൂത്ത് അസംബ്ലിയുമായി കടന്നു വന്നപ്പോൾ ഇത്രയും മികച്ച യുവജനങ്ങളെ ഞങ്ങളുടെ യൂത്ത് അസംബ്ലിയുടെ ഡെലിഗേറ്റ്സായി തന്ന പുണ്യതമ്പുരാനോട് ആദ്യം നന്ദി പറയുവാനാണ് അതിരൂപത യുവജന പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത്. തലശ്ശേരിയുടെ കത്തീഡ്രൽ പള്ളിയുടെ ഈ മുറ്റത്ത് സാന്റ് ജോസ് സ്കൂളിൽ വെച്ച് പ്രഥമ യൂത്ത് അസംബ്ലിയുമായി കടന്നു വന്നപ്പോൾ ഇന്നലത്തെ ഉദ്ഘാടകൻ കൂടിയായ അഭിവന്ദ്യ മാർ ജോസഫ് പമ്പ്ളാനി പിതാവ് ഞങ്ങൾക്ക് നൽകിയ പിന്തുണയും കരുതലുമാണ് ഇന്ന് ഈ വേദിയിൽ ഈ സെപ്റ്റംബർ 5, 6, 7 തീയതികളിലായി നടക്കുന്ന യൂത്ത് അസംബ്ലിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം. പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനാ ചുമതലയുള്ള വികാരി ജനറൽ പ്രിയപ്പെട്ട സിബി പാലാക്കുഴിയച്ചൻ,
ആൻ്റണി മുതുകുന്നേലച്ചൻ, മാത്യു ഇളന്തുരുപ്പടവിലച്ചൻ അടങ്ങിയ അതിരൂപതാ സംവിധാനം പൂർണ്ണമായി ഞങ്ങളോട് എല്ലാ കാര്യത്തിലും സഹകരിച്ചിരുന്നു എന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷം നൽകുന്നത്. ഞങ്ങൾ എല്ലാ ഇടവകയിൽ നിന്നുള്ള യുവജന പ്രതിനിധികളാണല്ലോ നമ്മുടെ ഈ യൂത്ത് അസംബ്ലിയിൽ പങ്കെടുക്കുന്നത്. ഏറ്റവും മികവാർന്ന ഒരു യൂത്ത് അസംബ്ലി ഡെലിഗേറ്റ്സിനെ തന്ന പ്രിയപ്പെട്ട ഫൊറോന വികാരിയച്ചന്മാർ, ഫൊറോന ഡയറക്ടർമാർ, അക്ഷീണം പ്രയത്നിച്ച ഫൊറോന പ്രസിഡന്റുമാർ, യൂണിറ്റ് വികാരിയച്ചന്മാർ, യൂണിറ്റ് പ്രസിഡന്റുമാർ എന്നിവർ നൽകിയ ഏറ്റവും മികവാർന്ന ഒരു നിരയെയാണ് നമ്മൾ ഈ മുകളിലത്തെ വേദിയിൽ സംസാരിക്കുന്നത്. അപ്പം ഏറ്റവും അടിസ്ഥാനപരമായി ഇത്രയും മനോഹരമായ ആളുകളെ തരുവാൻ വേണ്ടി ഇത്രയും ആളുകൾ നമ്മളോട് ചേരുമ്പോൾ ഡയറക്ടർ അച്ഛൻ അഖിലച്ചനാണെങ്കിലും ഞങ്ങളുടെ അതിരൂപതാ സമിതിയാണെങ്കിലും ആഗ്രഹിച്ചത് അവർക്ക് ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഏറ്റവും മികവാർന്ന ഒരു പാനലുകളെ ആയിരിക്കണം. അവരോട് സംസാരിക്കാൻ, അവരോട് കേൾക്കാൻ, അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഏറ്റവും മികച്ചൊരു പാനലിനെ അവതരിപ്പിക്കാൻ തലശ്ശേരി അതിരൂപതാ യൂത്ത് അസംബ്ലിക്ക് സാധിച്ചു. വനിതാ പ്രാതിനിധ്യം, സാധാരണഗതിയിൽ അസംബ്ലികളിൽ വനിതാ പ്രാതിനിധ്യത്തിൻ്റെ ഒരു കൺഫ്യൂഷനൊക്കെ പലരും പറഞ്ഞു കേൾക്കാറുണ്ടെങ്കിൽ പോലും ഒരു ഈക്വൽ പ്രൊപ്പോർഷനിലാണ് ഈ തലശ്ശേരി അതിരൂപതയുടെ വനിതാ പ്രാതിനിധ്യം ഇതിലുള്ളതെന്നുള്ളത് വളരെ സന്തോഷമാണ്. ഇന്നലെ പ്രിയപ്പെട്ട SH തേവര കോളേജിൻ്റെ പ്രൊഫസറായ സാബു അച്ഛനാണ് ഇന്നലത്തെ സെക്ഷൻ സംസാരിച്ചത്. കുട്ടികൾക്കെല്ലാം അത്രയും സന്തോഷകരമായൊരു സെക്ഷനായിരുന്നു. ഇന്ന് സിറോ മലബാർ സഭയുടെ PROയും തലശ്ശേരി അതിരൂപതയുടെ അഭിമാനമായ പ്രിയപ്പെട്ട ഫാദർ ടോം ഓലിക്കരോട്ടച്ചൻ നമ്മളോട് സംസാരിച്ചു. അതിനുശേഷം മാധ്യമ മേഖലയിലെ നിറസാന്നിധ്യമായ കേരളത്തിലെ തന്നെ പ്രമുഖ മാധ്യമപ്രവർത്തകൻ പ്രിയപ്പെട്ട ടോം കുര്യാക്കോസ് സാർ നമ്മളോട് കുട്ടികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പുതുപ്പള്ളി നിയോജകമണ്ഡലം MLA യുവ MLA പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ സംസാരിക്കും. സമുദായ ശാക്തീകരണ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട AKCCയുടെ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ നമ്മളോട് സംസാരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അതിരൂപതയുടെ ബുക്ക്ലേറ്റർ ഫാദർ ജോജി കക്കരമറ്റം, സമകാലിക കാലഘട്ടത്തിൽ ഏറ്റവും അധികം പ്രസിദ്ധി ആർജിച്ച രാജകന്യക എന്ന സിനിമയുടെ ഡയറക്ടറും അതോടൊപ്പം തന്നെ പ്രധാന നടനുമായ വിക്ടർ ആദം, അതോടൊപ്പം തന്നെ വനിതാ നേതൃത്വത്തിൻ്റെ വികസനങ്ങളെപ്പറ്റിയും വനിതകൾ നേരിടുന്ന അവരുടെ മുന്നോട്ടുള്ള വേദികളിൽ ഒരു മാർഗദർശിയായി മാറാൻ സാധിക്കുന്ന ജോയ്സ് മേരി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നിര അതുകൂടാതെ നമ്മളുടെ വികാരി ജനറൽ അച്ഛന്മാർ, മറ്റു പ്രധാനപ്പെട്ടവരെല്ലാം, മുൻകാല നേതാക്കന്മാർ, മുൻകാല പ്രസിഡന്റുമാർ, സംസ്ഥാന ഭാരവാഹികൾ എന്നിവരെല്ലാം നമ്മളോട് ഈ ദിവസങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം വളരെ മികച്ചൊരു പാനലിനെ തന്ന സർവേശ്വരനോട് നന്ദി പറയുന്നു. യൂത്ത് അസംബ്ലി വളരെ ഒരു വിജയകരമാകാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായതിൽ ഒരുപാട് നന്ദി അതിരൂപതാ യുവജന കുടുംബത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു.